ഇതിലെ അല്ല ഇതെന്താ പോകുന്നത് ഇങ്ങോട്ട്? ആ പോടും പോടും. ദൈവം നമുക്ക് വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഇതൊരു പ്രത്യേകമായ ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു വിവാഹ വേദി ആയതുകൊണ്ട് നമ്മൾ ശ്വാസം അടക്കി പിടിച്ച് അയ്യോ സദൃശവാക്യങ്ങളിൽ മഹാജ്ഞാനിയായ ആ ദൈവമനുഷ്യൻ പറഞ്ഞത് ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുന്നു. വായിച്ചിട്ടുണ്ടോ? 19 അല്ലെങ്കിൽ സദൃശവാക്യങ്ങൾ 19 ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുന്നു, യഹോവയോട് പ്രസാദം ലഭിച്ചിരിക്കും. ജീവനുള്ള വ്യക്തിത്വങ്ങളാണ്. ഈ ലോകത്തിന്റെ എല്ലാ കാറ്റും അവർ ഏൽക്കേണ്ടി വരും, എല്ലാ പരുക്കൻ അനുഭവങ്ങളുടെ പോകേണ്ടി വരും. പക്ഷേ അവിടെയെല്ലാം അവരെ കൈപിടിക്കുന്ന അത്യുന്നതനായ ഒരു ദൈവമുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ പറഞ്ഞല്ലോ, അപ്പോ ദൈവം യോജിപ്പിച്ചതാണ് കുടുംബം എന്ന്. അതാണ് ഏറ്റവും അടിസ്ഥാനപരമായ ഒരു വലിയ സത്യം.
ആദാം അല്ലെങ്കിൽ മനുഷ്യൻ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞ ആദ്യ വാക്കുകൾ അറിയാമല്ലോ. ഉൽപ്പത്തി പുസ്തകം 2-22 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെയാണ് ആദാമിന്റെ മുമ്പിൽ ദൈവം സൃഷ്ടിച്ച എല്ലാ പറവകളെയും കന്നുകാലികളെയും മൃഗങ്ങളെയും ദൈവം കൊണ്ടുവന്നു. അവനാണ് അതിനെല്ലാം പേരിട്ടത്. പക്ഷെ അവിടെ ഒരു വാക്യം പറഞ്ഞിട്ടുണ്ട് 2-ാം അധ്യായത്തിൽ, അതിലൊന്നിലും സഭാംഗവുമായ ഗ്രേസ് ജോൺസനും തമ്മിലുള്ള വിശുദ്ധ വിവാഹം. ഗ്രേസ് ജോൺസ് ഈ അനുഗ്രഹീതരായ ദമ്പതികളുടെ യുവാമിഥുനങ്ങളുടെ വിവാഹം നടത്തുന്നതിനെ സംബന്ധിച്ചുള്ള അറിയിപ്പ് ഇതിനു മുൻപേ തന്നെ നൽകിയതാണ്. സഭകളിലും അത് അനൗൺസ് ചെയ്തതാണ്. നമ്മുടെ രാജ്യ നിയമപ്രകാരവും നമ്മുടെ സമൂഹത്തിലെ ധാർമ്മിക നിയമപ്രകാരവും ദൈവസഭയുടെ വചനത്തിന്റെ ആ 4 അതിരുകൾക്കുള്ളിൽ നിന്നുകൊണ്ടുമാണ് നമ്മൾ ഈ വിശുദ്ധ വിവാഹം എന്ന് ഇവിടെ പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ അവരെ ഭാര്യാഭർത്താക്കന്മാർ എന്നുള്ള പദവിയിലേക്ക് ഉയർത്തും. അതിനാൽ ഈ യുവതി ദൈവത്തിന്റെ വചനത്തിന്റെ നിയമപ്രകാരം വിശുദ്ധ വിവാഹത്തിലേക്ക് അവരുടെ ഉടമ്പടി ചെയ്യിച്ച് വിവാഹ ബന്ധത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് എന്തെങ്കിലും ന്യായമായ തടസ്സങ്ങൾ ഉള്ളതായി നിങ്ങളിൽ ആർക്കെങ്കിലും അറിയാമെങ്കിൽ അത് ഉന്നയിക്കാനുള്ള ഏറ്റവും അവസാനത്തെ അവസരമാണിത്. ഈ സമയം ആർക്കെങ്കിലും അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രസ്താവിക്കാവുന്നതാണ്. ഇല്ല എങ്കിൽ ഈ വിവാഹത്തെ സംബന്ധിച്ച് നിങ്ങൾ അങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളിലും മൗനമായിരുന്നു കൊള്ളണമെന്നും നിങ്ങളെല്ലാവരെയും സാന്നിധ്യത്തെയും പ്രാർത്ഥനയും വിലമതിക്കുന്നു. ടീം ഇവിടെ റെഡിയാണ്. ഞാൻ ഇവരുടെ മാതാപിതാക്കളെ ഒരു നിമിഷം സദസ്സിനൊന്ന് പരിചയപ്പെടുത്താൻ ഒരിക്കലും പ്രവേശിക്കുന്നത് കൊണ്ട് ഒരു നിമിഷം കൂടെ നിങ്ങൾ രണ്ടുപേരും കണ്ണുകൾ അടച്ച് തലകൾ വണക്കി ഉടയവനായ കർത്താവിന്റെ കൈ ഐജോ ജേക്കബിനോട് ഞാൻ ചോദിക്കുന്നു, ഐജോ ജേക്കബ്, നിനക്ക് സമീപ ഏറ്റവും അടുത്ത് വലതു ഭാഗത്തായി നിൽക്കുന്ന ഗ്രേസ് ജോൺസൺ എന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട യുവതിയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കാൻ ഐജോ ഒരുക്കമാണോ? അവരെ ചോദ്യം സ്നേഹിച്ച് പുലർത്തി പരിപാലിച്ച് ചേർത്ത് പിടിച്ച് ഒരു ഭർത്താവിന്റെ എല്ലാ കടപ്പാടുകളും വിശ്വസ്തയോടുകൂടെ ഗ്രേസിനോട് നിർവഹിച്ചു കൊള്ളാമെന്ന് വിവാഹ ഉടമ്പടി ചെയ്യാൻ ഐജോ സന്നദ്ധനാണോ? ഐജോ സന്നദ്ധനാണോ? ഗോഡ് ബ്ലെസ് യു. ഞാൻ ഗ്രേസ് ജോൺസണോട് ചോദിക്കുന്നു, ഗ്രേസ് ജോൺസൺ ഇടത് ഭാഗത്ത് ഏറ്റവും സമീപമായി നിൽക്കുന്ന ഐജോ ജേക്കബ് എന്ന ഈ യുവാവിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുവാൻ സമ്മതമാണ്? മറ്റെല്ലാവരെക്കാളും അധികമായി ഐജോയെ സ്നേഹിച്ച് ഒരു ഭർത്താവിന് കൊടുക്കേണ്ട എല്ലാ വിലയും നിലയും ബഹുമാനവും നൽകി ആദരവോടും കിടങ്ങിയും ജീവിക്കാൻ ആ ഒരു വിവാഹ ഉടമ്പടി എടുക്കുവാൻ ഗ്രേസ് ജോൺസൺ ഒരുക്കമാണ്. ഗോഡ് ബ്ലെസ് യു. ദൈവം മകളെ അതിനുവേണ്ടി സഹായിക്കട്ടെ. ഇവരിരുവരും വിവാഹത്തിനുള്ള സമ്മതം ഈ വേദിയിൽ അവർ നൽകി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിച്ച് ഉഭയസമ്മതത്തിലൂടെ അവരെ വിവാഹത്തിന്റെ ആ അനുഭവത്തിലേക്ക്, കുടുംബ ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ഈ സമയത്ത്. സ്നേഹപൂർവം സംയോജിപ്പിച്ച സർവശക്തനായ ദൈവം തന്നെ ഈ പ്രിയ മക്കളെയും കൂട്ടി യോജിപ്പിക്കുമാറാകട്ടെ. പ്രാർത്ഥനാപൂർവം ഈ ശുശ്രൂഷയിൽ തുടർന്നും
നമുക്ക് പങ്കെടുക്കാം. ഞാൻ പറഞ്ഞതിൽ ഭാഗത്ത് ഞാൻ ഐജോ ജേക്കബാകുന്ന ഞാൻ ഗ്രേസ് ജോൺസൺ ആകുന്ന നിന്നെ ഇന്ന് എന്റെ ഭാര്യയായി സ്വീകരിച്ചുകൊള്ളുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന എല്ലാ അവസ്ഥകളിലും മരണം നമ്മെ തമ്മിൽ വേർതിരിക്കും വരെ സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും എല്ലാ ഉയർച്ച താഴ്ചകളിലും നിന്നെ ഏറ്റവും അധികം സ്നേഹിച്ച് പോറ്റി പുലർത്തി ബഹുമാനിച്ച് ചേർത്ത് പിടിച്ച് കരുതി ഒരു ഉത്തമ ഭർത്താവിന്റെ എല്ലാ കടപ്പാടുകളും വിശ്വസ്തയോടുകൂടെ നിന്നോട് നിവർത്തിച്ചു കൊള്ളാമെന്ന് പിതാവായ ദൈവത്തെയും കർത്താവായ യേശുക്രിസ്തുവിനെയും പരിശുദ്ധാത്മാവിനെയും ദൈവസഭയെയും സാക്ഷി നിർത്തി ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇന്ന് നിന്നോട് ഉറപ്പായി ഉടമ്പടി ചെയ്യുന്നു. ഈ ഉടമ്പടി പാലിക്കുവാൻ ദൈവം എനിക്ക് കൃപ തരട്ടെ. ആമേൻ. ദൈവത്തിന്റെ സഭ ഒരാമേൻ പറയാം. ആമേൻ. ഞാൻ പറയുന്ന ജോൺസൺ ആകുന്ന ഐജോ ജേക്കബാകുന്ന ആമേൻ ഇന്ന് എന്റെ ഭർത്താവായി സ്വീകരിച്ചുകൊള്ളുന്നു. ദൈവം നമുക്ക് നൽകുന്ന എല്ലാ ജീവിത അനുഭവങ്ങളിലും മരണം നമ്മെ തമ്മിൽ വേർതിരിക്കും വരെ സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ജീവിതത്തിന്റെ എല്ലാ ഉയർച്ച താഴ്ചകളിലും അങ്ങ് ഏറ്റവും അധികം സ്നേഹിച്ച് അനുസരിച്ച് കീഴടങ്ങിയിരുന്ന് ബഹുമാനിച്ച് ഒരു ഉത്തമ ഭാര്യയുടെ എല്ലാ കടപ്പാടുകളും വിശ്വസ്തയോടുകൂടെ അങ്ങയോട് നിർവഹിച്ചു കൊള്ളാമെന്ന് പിതാവായ ദൈവത്തെയും കർത്താവായ യേശുക്രിസ്തുവിനെയും പരിശുദ്ധാത്മാവിനെയും ദൈവസഭയെയും സാക്ഷി നിർത്തി ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അങ്ങയോട് ഉറപ്പായി ഉടമ്പടി ചെയ്യുന്നു. ഈ ഉടമ്പടി പാലിക്കുവാൻ ദൈവം എനിക്ക് കൃപ നൽകുമാറാകട്ടെ. കർത്താവും അവിടുത്തെ സഭയും ഈ ഉഭയസമ്മതത്തിന് സാക്ഷികൾ ആകുന്നു. സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദയവായി നിങ്ങളും എന്നോടുകൂടെ ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്നാലും. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. സ്വർഗ്ഗപിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട മക്കളെ ദൈവകരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. ഐജോ ജേക്കബിനായ സ്തോത്രം. തന്റെ മാതാപിതാക്കൾക്ക് പ്രിയനായി നൽകി
നല്ല വളർച്ച, വിദ്യാഭ്യാസം, ജോലി, അതിലുപരി ജീവിത ദർശനം, കഥാവായ യേശുക്രിസ്തുവുമായുള്ള ആത്മബന്ധമൊക്കെ നിന്റെ മകന് നൽകിയതുപോലെ ഞാൻ സ്തുതിക്കുന്നു. അവന്റെ അടുക്കൽ വന്ന് ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നു വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിനവൻ സൃഷ്ടിച്ചവൻ ആദിയിൽ അവനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും അത് നിമിത്തം മനുഷ്യൻ അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ദേഹമായി തീരുമെന്നും അരുളി ചെയ്തു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലെ കണ്ടല്ല ഒരു ദേഹം അത്രേ. ആകെ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത് എന്നൊക്കെ പറഞ്ഞു. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. ഞാൻ ഐജോയോടും ഗ്രേസിനോടുമായിട്ട് പറയുന്നു, മക്കളെ, ജീവിതത്തിൽ പ്രതിസന്ധികൾ വരും, എന്നും ഒരുപോലെ ആയിരിക്കില്ല. വിവാഹവേദിയിൽ നല്ല നിറച്ചാർത്തുകളുണ്ട്, കേക്ക് ഉണ്ടാകും, വിരുന്ന് വട്ടങ്ങൾ ഉണ്ടാകും, നമ്മുടെ ഒപ്പം കുറേ സ്നേഹിതരുണ്ടാകും. പക്ഷെ നിങ്ങൾ തനിയാകുന്ന ഒരു സമയങ്ങൾ, ജീവിതത്തിലെ പരിവരുത്ത അനുഭവങ്ങളും വഴികളും നിങ്ങളുടെ മുമ്പിലുണ്ട്. അപ്പോഴെല്ലാം നിങ്ങളെ കൈപിടിപ്പാനും നിങ്ങളുടെ കൂട്ടായി സർവശക്തൻ മാത്രമേ നിങ്ങൾക്കുണ്ടാവുകയുള്ളൂ. ഓർക്കണം, ഇന്ന് നിങ്ങൾ എടുത്തിരിക്കുന്ന ഈ പ്രതിജ്ഞ നിങ്ങളുടെ ജീവിതകാലം മുഴുവനും സകല ശക്തിയോടും ഉത്സാഹത്തോടും കൂടെ കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾ പ്രതിജ്ഞാബദ്ധരായിരിക്കും. നിങ്ങൾ നിങ്ങളെ തന്നെ പൂർണ്ണമായും അതിന് സമർപ്പിച്ചിരിക്കുക. മലാക്കി പ്രവാചകനോട് ദൈവം പറഞ്ഞു, ഞാൻ ഉപേക്ഷിച്ചല്ലേ. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സ്ത്രീകളെ, നമ്മുടെ രാജ്യത്ത് നിലവിലിരിക്കുന്ന നിയമപ്രകാരവും ദൈവസഭ അനുഷ്ഠിക്കുന്ന വിശുദ്ധ ബൈബിളിന്റെ പത്യോപദേശപ്രകാരവും ഇന്നു മുതൽ ഐജു ജേക്കബ് എന്ന ഈ പുരുഷനും ഗ്രേസ് ജോൺസൺ എന്ന ഈ യുവതിയും അവർ തമ്മിൽ ഹസ്തദാനം ചെയ്ത് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്ത ഉടമ്പടിയുടെ വെളിച്ചത്തിൽ ഭർത്താവും ഭാര്യയുമായി തീർന്നിരിക്കുന്നു എന്നുള്ള കാര്യം അസംസ്കൃത സഭയുടെ ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ ഞാൻ ഈ സഭയുടെ വിവാഹ രജിസ്റ്ററിൽ ചർച്ചിൽ നിന്നുമുള്ള കേട്ടതാണ്. ഇപ്പോൾ അവർക്ക് കൈമാറുന്നതാണ്.
എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവീൻ. തമ്മിൽ വേർപെട്ടിരിക്കരുത്. നിങ്ങളുടെ അജയത്തിന് നിമിത്തം സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാതിരിക്കേണ്ടതിന് വീണ്ടും ചേർന്നിരിപ്പി. കണ്ണുടിപ്പിക്കുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല, സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വില മക്കളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് കർത്താവായ യേശുവിന്റെ നാമത്തിൽ പ്രിയ ആയിജയെയും പ്രിയ ഗിറൈസിനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, മേലാൽ അവർ രണ്ടല്ല ഒന്നായിരിക്കത്തക്കവണ്ണം ഏക മനസ്സോടെ ഏക ഹൃദയത്തോടെ ഈ കൂട്ടായ്മ നിർവഹിപ്പാൻ അവരുടെ ദാസനെ ബലപ്പെടുത്തുന്നുണ്ട്. സ്തോത്രം. ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. ഒരു നിമിഷം കൂടെ നമുക്ക് എല്ലാവർക്കും അതാത് സ്ഥാനങ്ങളിൽ പങ്കുവയ്ക്കുന്ന ഒരു കുടുംബമാണ്. പ്രിയ ഹാരിസിന്റെ മാതാവ് ഇവിടെ ഇരിപ്പുണ്ട്. ഒരു പ്രാർത്ഥന പോരാളിയാണ്. അനേക ദൈവമക്കളുടെ പ്രാർത്ഥന പ്രിയ ആന്റിയുടെ പ്രാർത്ഥനയുടെ ഭാഗമായാണ് ഇന്ന് ഈ സമയം ഇതേ വേദി പ്രിയ ഐജിക്ക് ഒരു പുതിയ കുടുംബ ജീവിതം തുടങ്ങുവാൻ പ്രിയ ഐജിക്ക് കൊടുക്കുവാനിടെ ദൈവം ഈ കുടുംബത്തെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കണ്ണൂർ AG ടൗൺ ചർച്ചിന്റെ എല്ലാ ആശംസകളും എല്ലാ നന്മകളും നേരുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പാസ്റ്റർ ജിബിൻ ജോൺസിന്റെ വൈഫാണ്. ഗ്രേസ് ഞങ്ങളുടെ ചർച്ചിന് ഒരു വളരെ അനുഗ്രഹമായ ഒരു പൈതലായിരുന്നു. ഞാൻ ചർച്ചിൽ കടന്നു വന്നിട്ട് ഒരു 7-8 IPC കൈതക്കോട് സഭയുടെ എല്ലാ വക ആശംസകളും ഗ്രേസിന് നേരുന്നു. ഞങ്ങളുടെ പുത്രിക സംഘടനയുടെ ഭാഗമായി PYPയുടെയും സെൻട്രൽ സ്കൂളിന്റെയും വുമൻസ് ഫെലോഷിപ്പിന്റെയും ഭാഗമായി ഒരു ചെറിയ ഉപഹാരം ഞങ്ങൾ ഗ്രേസിനും ഫാമിലിക്കും നൽകുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. Greetings to one and all in the name of our Lord and Savior Jesus Christ. On behalf of Mrs. and Mr. John, I take this opportunity to thank each and every one of us who are gathered over here, for each and every one of us. I hope, especially my congrats to the new couples. May God bless you. And I take this opportunity for our beloved pastors who have come here all the way from Kollam, as well as our pastor from the AG Church Kannur. And let us pray that God will use them mightily in the days to come. Thank you, pastors. And especially we thank our choir group, AG Church Delhi, who has come just to attend this marriage. And we have a wonderful choir team over here. May the God bless you abundantly. And especially we pray for all the family members, each and every one of you. I pray and wish that God will abundantly bless you all. Thank you. തിരുനാമത്തിൽ സ്തുതിക്കും. ഈ അനുഗ്രഹീത ദിവസം ഞങ്ങൾക്ക് ദൈവം തന്ന
മനോഹരമായ ഈ ശുശ്രൂഷകൾക്കായി സ്തോത്രം. അജോയും ഗ്രേസും തമ്മിൽ ഉള്ള വിവാഹമംഗളമായി നടക്കുവാൻ കൃപ നൽകി. അവർ ആരംഭം കുറിച്ചിരിക്കുന്ന ഈ ക്രിസ്തീയ കുടുംബം ചുറ്റും പ്രകാശം പരത്തുന്ന വളരെ അനുഗ്രഹീതമായ ഒരു കുടുംബമായിട്ട് ദൈവരാജ്യത്തിന് വലിയൊരു ആഹ്വാനമായി ഈ ദമ്പതികൾ ഇന്നും എന്നും നിൽക്കുക. കർത്താവേ, കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ മാതാപിതാക്കൾ, അവരുടെ സ്നേഹിതർ, അവരുടെ സഹോദരി സഹോദരന്മാർ എല്ലാവരെയും ദൈവം ഈ ശുശ്രൂഷകളിൽ മുഖ്യമായ പങ്കുകൾ വഹിച്ച കർത്തദാസന്മാരെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കൊല്ലത്ത് നിന്ന് ഗ്രേസിൻ കുടുംബത്തോട് കൂടെ വന്ന പാസ്റ്റേഴ്സ്, ഇവിടെ ഞങ്ങളുടെ സഭയുള്ള ബന്ധത്തിൽ ഇവിടെ ചേർന്ന് വന്ന ദൈവദാസന്മാർ, പ്രിയാഴ്ചയുടെ കുടുംബം, ഗ്രേസിൻ്റെ കുടുംബം, അവരുടെ സ്നേഹിതർ, അവരുടെ കുടുംബാംഗങ്ങൾ എല്ലാവരെയും ഞങ്ങൾ ദൈവകരങ്ങളോട് ഭരമേൽപ്പിക്കും. എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർക്കുന്നു. ഈ മാറ്റിൻ്റെ ഹോട്ടലിൻ്റെ മാനേജ്മെൻറ്റിനായി സ്തോത്രം. ഇവിടെ വന്ന എല്ലാ സ്നേഹിതരെയും ക്ഷണിതാക്കളായവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കഥാവിലുള്ള വലിയ പ്രത്യാശയോടെ ഞങ്ങളെ അവിടുന്ന് അയക്കുന്നതിനായി സ്തോത്രം. ശനിമാതി ഭാഷയ്ക്ക് ഈ പ്രോഗ്രാം നിങ്ങളുടെ ദാസനെ പകർന്നതിനായി സ്തോത്രം. എൻ്റെ ദാസനെ കുടുംബമായിട്ട് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ഇവിടെ നടക്കേണ്ട എല്ലാ കാര്യാദികളിലും നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നു. വിശേഷാൽ ഐജോയെയും ഗ്രേസിനെയും കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരോട് കൂടെ അങ്ങ് പോകണമേ കർത്താവേ, അവരെ തനിയെ വിടരുത്. അങ്ങനെ കൃപയിൽ നിറഞ്ഞുകൊണ്ടുള്ള യേശു കർത്താവിന്റെ നാമത്തിൽ മക്കളെ നിങ്ങൾ അനുഗ്രഹിക്കുക. മകത്തുമെല്ലാം അങ്ങേക്ക് യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം ഏവരോടും കൂടെ വിശേഷാൽ കൂടെ ഇന്നും എന്നും നമ്മുടെ കർത്താവിന്റെ നാൾ വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശു ക്രിസ്തുവിൽ നമുക്ക് ജയം എന്ന ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. താങ്ക് യു. പേരൻസ് അവരെ പേരൻസുമായിട്ട് ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം പാസ്റ്റേഴ്സും അവരോട് കൂടെ നിന്ന് കർത്തദാസന്മാരോട് കൂടെ ഒരു ഫോട്ടോ, പിന്നെ മറ്റുള്ള അവസരങ്ങളുണ്ട്.